ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ഫത്ഹുൽ മുബീൻ 28ാമത്തെ ക്ലാസ്. വഅലം, നീ അറിയുക, അന്നൽ ഈമാന ബിൽ ഖദരി അലാ ഖിസ്മൈനി, ഖദർ കൊണ്ടുള്ള വിശ്വാസം ഈമാന്റെ 6ാമത്തെ കാര്യമാണല്ലോ. ആ ഖദർ കൊണ്ടുള്ള വിശ്വാസം 2 ഓഹരിയായി നമുക്ക് തരംതിരിക്കാം. അഹദുഹുമ, രണ്ടിൽ ഒന്നാമത്തേത് എന്താണെന്ന് ചോദിച്ചാൽ, അൽ ഈമാനു ബി അന്നഹു തആല സബഖ ബി ഇൽമിഹി മാ യഫ്അലുൽ ഇബാദു മിൻ ഖൈരിൻ വ ശർരിൻ വമാ യുജാസൂന അലൈഹി വ അന്നഹു കതബ ദാലിക ഇൻദഹു വഅസാഹു വ അന്ന അഅ്മാലുൽ ഇബാദി തജ്രി അലാ മാ സബഖ ബി ഇൽമിഹി വ കിതാബിഹി. ഒന്നാമത്തെ ഇനം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലാഹു തആലയെ അറിവിൽ ഒരടിമ എന്താണോ പ്രവർത്തിക്കുന്ന നന്മ തിന്മകൾ അതെല്ലാം അതിന്റെ മേൽ അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്ന കാര്യങ്ങളൊക്കെ അള്ളാന്റെ ഇൽമിൽ മുൻകടന്നിട്ടുണ്ട്. അതൊക്കെ അള്ളാഹു തആലാന്റെ അടുക്കൽ വ്യക്തമാക്കി തന്നെ അള്ളാഹു തആല നിശ്ചയിച്ച് എഴുതി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. അടിമകൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ അള്ളാഹു തആലാന്റെ ഇൽമിലും അള്ളാഹ് എഴുതി വെച്ച കിതാബിലും എങ്ങനെയാണോ തീരുമാനമെങ്കിൽ അതുപോലെ നടക്കുള്ളൂ. അതാണ് ഖദർ കൊണ്ടുള്ള ഒരു ഇനം വിശ്വാസം. സാനിഹിമ, ഇനി രണ്ടാമത്തെ ഇനം നമുക്ക് എങ്ങനെ പറയാം? അത് ഇങ്ങനെ അങ്ങ് വായിക്കാം. അന്നഹു തആല ഖലഖ അഫ്ആല ഇബാദിഹി കുല്ലഹാ മിൻ ഖൈരിൻ വ ശർരിൻ വ കുഫ്രിൻ വ ഈമാനിൻ എന്നുള്ളതാണ് രണ്ടാമത്തെ ഓഹരി. അല്ലാഹു തആലാന്റെ അടിയങ്ങളുടെ കർമ്മങ്ങൾ, നന്മ തിന്മകളും വിശ്വാസം അവിശ്വാസം എന്നിവയുള്ള എല്ലാ കർമ്മങ്ങളെയും സൃഷ്ടിച്ചു വെച്ചത് അല്ലാഹു തആലയാണ്. ഇങ്ങനെ 2 വിധത്തിലൂടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഖദർ കൊണ്ടുള്ള വിശ്വാസത്തെ തരംതിരിക്കാം. എന്നാൽ രണ്ടാമത്തെ ഓഹരിയെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. വഹാദൽ ഖിസ്മു തുൻകിറുൽ ഖദരിയ്യത്തു കുല്ലുഹും, ഖദരിയാക്കൾ മുഴുവനും ഈ രണ്ടാമത്തെ ഓഹരിയെയാണ് നിഷേധിക്കുന്നത്. നന്മ തിന്മ കുഫ്ർ ഈമാൻ ഇവയെല്ലാം അടിമയുടെ കർമ്മങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ചു എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസവും വിശ്വസിക്കേണ്ടതും. ഇത് ഖദരിയാക്കൾ പറഞ്ഞത് അങ്ങനെയല്ല, അതില്ല, അവർ നിഷേധിക്കുകയാണ്. വല്ലവ്വലു ലാ യുൻകിറുഹു ഇല്ലാ ഗുലാത്തുഹു. ആദ്യത്തെ ഓഹരിയെ നിഷേധിക്കുക അവരിൽ വഴിതെറ്റിപ്പോയവരാരോ അവരാണ്. അവര് മാത്രമേ ഒന്നാമത്തെ ഓഹരിയെ നിഷേധിക്കുക. രണ്ടാമത്തെ ഓഹരിയെ ഖദരിയാക്കൾ മുഴുവൻ നിഷേധിക്കുന്നുണ്ട്. പിന്നെ കഫർഹും ബി ഇൻകാരി കസീറൂന, ഒന്നാമത്തെ ഓഹരിയെ നിഷേധിച്ചത് കാരണമായി അധിക ആളുകളും അവർ കാഫിറാക്കുകയും ചെയ്തിട്ടുമുണ്ട്. വമഹല്ലുൽ ഖിലാഫി ഹൈസു ലം യുൻകിറുൽ ഇൽമൽ ഖദീമ, പിന്നെ ഈ ഖിലാഫ് വരേണ്ട സ്ഥാനമാനം ഉണ്ടായത് എവിടെ അറിയോ? അല്ലാഹു തആല ഖദീമായ ഒരു ഇൽമുണ്ട്. ആ ഖദീമായിരിക്കുന്ന ഇൽമിനെ ഖദരിയാക്കൾ നിഷേധിക്കുന്നില്ല. ആ നിഷേധിക്കാത്തയിടത്താണ് ഈ അഭിപ്രായം മുഴുവനും വരുന്നത്. ഇല്ല, അങ്ങനെയല്ല, ഖദീമായിരിക്കുന്ന ഇൽമു അല്ലാഹു തആലാക്ക് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനവർ നിഷേധിക്കുകയാണ് എങ്കിൽ കഫറു, അവർ കാഫിരീങ്ങളായി. കമാ നസ്സാലി ശാഫിഈ വ അഹ്മദു വ ഗൈറുഹുമാ, ഇമാം ഷാഫിയും ഇമാം അഹ്മദിയും റളിയല്ലാഹു അൻഹുമാ ഇവർ 2 പേരല്ലാത്തവരും നസ്സാക്കി പറഞ്ഞതുപോലെ. അപ്പൊ രണ്ടാമത്തെ ഓഹരിയെ കുറിച്ചാണ് ചർച്ച വന്നത്. ഒന്നാമത്തെ ഓഹരി നിഷേധിച്ചാൽ കാഫർ, രണ്ടാമത്തെ ഓഹരി പറഞ്ഞിടത്തും എന്താണ്? ഖദരിയാക്കൾ മുഴുവനും നിഷേധിക്കുന്നില്ല. ഖദീമായിരിക്കുന്ന ഇൽമെ നിഷേധിച്ചിട്ടില്ലെങ്കിൽ അവിടെയാണ് ഖിലാഫ് വരുന്നത്. ഖദീമായ ഇൽമു അല്ലാഹു തആലാക്ക് ഇല്ലെന്ന് പറയുകയാണെങ്കിൽ കാഫിറുമാണ്. ഖാല, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഖദർ കൊണ്ട് ഈമാൻ കൊണ്ടുള്ള എല്ലാ കാര്യം പറഞ്ഞു കൊടുത്തു. വിശ്വസിക്കേണ്ട കാര്യം ഏതൊക്കെയത് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഖാല, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സദഖത, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, യുഖദു മിനൽ ഹദീസ്, ഈ പറഞ്ഞ ഹദീസിന് പിടിക്കപ്പെടാം, മനസ്സിലാക്കപ്പെടാം എന്ത്? തക്ഫീറുൽ ഖദരിയ്യത്തി ബി ഇൻകാരിൽ ഖദർ, ഖദർ നിഷേധിക്കൽ കൊണ്ട് ഖദരിയാക്കളെ കാഫിറാക്കാൻ പറ്റും എന്ന് ഈ ഹദീസിന് പിടിക്കപ്പെടാം. എന്തുകൊണ്ട്? ലിഅന്നഹു ജഅലൽ ഈമാന ബിഹി മിൻ ജുംലത്തി അർക്കാനിദ്ദീനി അല്ലത്തി യക്ഫുറു മുൻകിറു വാഹിദിൻ മിൻഹാ, വിശ്വസിക്കേണ്ടതായിരിക്കുന്ന ദീൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണല്ലോ ഖദർ കൊണ്ടുള്ള വിശ്വാസം. ആ വിശ്വാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനത്തെ അർക്കാനുകള്? ഇവകൾ നീ ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചവൻ കാഫിറാവും,
അങ്ങനെയുള്ള അർക്കാനുകളുടെ കൂട്ടത്തിലാണ് ഖദർ കൊണ്ടുള്ള വിശ്വാസത്തെ നബി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ഖദർ നിഷേധികൾ കാഫറാകും. അപ്പൊ ഖദരിയാക്കളെ കാഫറാക്കാമെന്ന് ഈ ഹദീസിന് കിട്ടുമല്ലോ. തെബിരിഅത്ത് ബിൻ ഉമർ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ഈ പറഞ്ഞതിൽ തെളിവാവും. മിൻഹും അവരുടെ കൂട്ടത്തിൽ ആയിപ്പെട്ട ഒരാളുണ്ട്. ഖബറു അൽ ഖദരിയത്തു മജൂസു ആദിഹിൽ ഉമ്മ എന്ന ഹദീസും അതിന് തെളിവാകും. സമുദായത്തിലെ അഗ്നി ആരാധകരാണ് ഖദരിയാക്കൾ എന്ന ഹദീസ് മനസ്സിലാക്കി തരുന്നതും അതന്നെ. വല്ലശിബവും ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏറ്റവും ന്യായമായത് അദമു കുഫ്രിഹിം ഖദരിയാക്കളെ കാഫറാക്കാതിരിക്കലാണ്. എന്തുകൊണ്ട്? അവരുടെ അടുക്കൽ തിരിച്ചറിയായ്മയുള്ളത് വിവിധങ്ങളായി താറുള്ളാണ്, എതിരാണ്. അപ്പൊ അവർക്ക് തിരിച്ചറിയാതെ താറുള്ളായി വന്നു, എതിരായി വന്നു. ആ എതിരുള്ളത് കൊണ്ട് അവർ കാഫറാക്കാതിരിക്കലാണ് ന്യായം. അപ്പാലകും അങ്ങനെ വരുമ്പോ ഈ ഖദരിയാക്കൾ ഇങ്ങനെ പറയുമ്പോ അവർക്കൊരു കാരണം ബോധിപ്പിക്കാൻ പറ്റുന്ന ഇനം അവരിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇരിക്കട്ടെ, നമ്മളിവിടെ ചർച്ച ചെയ്തു വന്ന നോക്കുമ്പോ ടോട്ടല് പറയാം. വൽ ഹാസില് അന്ന അഹ്ലുസുന്നത്തി നിശ്ചയമായിട്ടും അഹ്ലുസുന്നത്ത് ഇഖ്തലഫു അവർ ഭിന്നാഭിപ്രായത്തിലായിട്ടുണ്ട്. എന്ത് വിഷയത്തിൽ? ഫീ തക്ബീറിൽ മുഖാലിഫി ബിൽ അഖായിദി വിശ്വാസകാര്യങ്ങൾ എതിരാകുന്ന ആളുകളെ കാഫറാക്കണോ വയ്ക്കണ്ടേ എന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായക്കാരാണ് അഹ്ലുസുന്നത്തുകാർ. ബഅദൽ ഇത്തിഫാഖി അലാ അന്ന മാ കാന മിൻ ളറൂരിയാത്തി ദീനി യക്ഫുറു മുഖാലിഫുഹു ദീനിൽ ലറൂരിയത്തായി അറിയപ്പെട്ട കാര്യത്തിൽപ്പെട്ടതായ ഒരു കാര്യം നിഷേധിച്ചാൽ അതിനെ എതിർക്കുന്നവൻ കാഫറാണെന്ന കാര്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ കക്ഷിക്കാരെല്ലാവരും ഇത്തിഫാഖാണ്. അതിലാർക്കും തർക്കമില്ല. എന്നതിന് ശേഷം വിശ്വാസകാര്യങ്ങളിൽ ആരെങ്കിലും എതിർ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ കാഫറാക്കണോ ആക്കണ്ടേ എന്ന കാര്യത്തിൽ തർക്കവുമുണ്ട്. എന്നാൽ നിഷേധിച്ചാൽ ലറൂരിയത്തായിരിക്കുന്ന കാര്യത്തിൽപ്പെട്ടത് നിഷേധിച്ചാൽ കാഫിറാകും എന്നതിന്റെ ഉദാഹരണം കൽ ഖൗലി ബി ഖിദമിൽ ആലിമി അല്ല ബി ഖിദമിൽ ആലമി, ആലം ഖദീമാണ് എന്നൊരു വാക്ക് പറയും പോലെ ആലം ഖദീമാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, കാഫിറാവും. ആലം ഹാദിസാണ്, ആലം ഖദീമല്ല. വനബി അശ്റിൽ അജ്സാദ്, ആത്മാക്കൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ റൂഹുകളില്ല, വെറും റൂഹേ ഉള്ളൂ, തടികളോടുകൂടെ ഒരുമിച്ച് കൂട്ടൂല എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല, ഇതൊക്കെ നിഷേധിക്കുന്നത് പോലെ. പിന്നെ അല്ലാഹു തആലക്ക് ജുസിയായിരിക്കുന്ന അറിവുകളില്ല എന്ന് പറയും പോലെ. പിന്നെ ഇസ്ബാത്തി അന്നഹു തആല മൂജിബുൻ ബിദാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദാത്ത് കൊണ്ട് തന്നെ മൂജിബാണ്, ഉണ്ടാക്കുന്നവരാണ്. ലാ ബിൽ ഇഖ്തിയാരിഹി, ഇഖ്തിയാർ കൊണ്ടല്ല എന്നിത്യാദി കാര്യങ്ങളൊക്കെ വാദിക്കുന്നുണ്ട്. ഇങ്ങനെ എതിർക്കുന്ന ആളുകളുമുണ്ട്. തആല അല്ലാഹു അമ്മാ യഖൂലുൽ ളാലിമൂന വൽ ജാഹിദൂന ഉലുവൻ കബീറ, അക്രമകാരികളും തമ്മാടികളുമായ നിഷേധികളായ ആളുകൾ പറഞ്ഞതിനെ തൊട്ട് മേലെയാവൽ അല്ലാഹു തആല മേലെയായിട്ടുണ്ട്. ഇതൊന്നും അല്ലാഹു തആലാക്കില്ല. ബിഖിലാഫി മാ ലൈസ മിനൽ ളറൂരിയാതിഹി, ദീനിൽ ലറൂരിയത്തിൽ പെടാത്ത കാര്യങ്ങളെ എതിരായിട്ട് ലറൂരിയത്ത് അല്ലാത്ത കാര്യങ്ങളെ കൊണ്ട് നിഷേധിച്ചാൽ കാഫിറാവുകയില്ല. ഏതുപോലെയൊക്കെ നഫിയുൽ മുഅ്തസിലത്തി മുഅ്തസിലിയാക്കൾ നിഷേധിക്കും പോലെ എന്ത് മബാദി സിഫാത്തി മിൻ നഹ്വിൽ ഇൽമി വൽ ഖുദ്റത്തി, ഇൽമു ഖുദ്റത്ത് എന്നത് പോലെയുള്ള സിഫത്തുകൾ അല്ലാഹു തആലക്ക് ആലിമാവണമെങ്കിലും ഖാദിറാവണമെങ്കിലും ഇൽമു ഖുദ്റത്ത് വേണ്ടതാണ്. ഈ ഇൽമു ഖുദ്റത്ത് പോലത്തതിൽ നിന്ന് സിഫത്തുണ്ടാകും. അങ്ങനെ സിഫത്തിന്റെ തുടക്കങ്ങളെ അവർ നിഷേധിക്കുന്നത് ഇല്ലാന്ന് അവർ പറയുന്നത്. എന്തോടുകൂടെ മായി സിബാത്തിഹിം ലഹാ ബിഖൗലിഹിം ആലിമുൻ ഖാദിറുൻ വനഹുമാ, ഖുദ്റത്ത് എന്നത് പോലത്തതിന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സിഫത്തുകൾ അല്ലാഹു തആലക്കുണ്ടെന്ന് സ്ഥിരപ്പെടുത്തുന്നുണ്ട്. ഏതുപോലെ അങ്ങനെ സ്ഥിരപ്പെടുത്തുന്ന വാക്ക് ആലിമുൻ, അല്ലാഹ് ആലിമാണ്, അല്ലാഹ് ഖാദിറാണ്, അല്ലാഹ് പിന്നെ മുത്തകല്ലിമാണ് എന്നീ സിഫത്തുകളൊക്കെ അവർ പറയുന്നുണ്ട്. അതൊക്കെ അല്ലാഹ്ക്കുണ്ട് എന്നതോടുകൂടി ഇൽമു ഖുദ്റത്ത് പോലത്തെ സിഫത്തിന്റെ തുടക്കത്തെ അവർ നിഷേധിക്കുന്നത് ഇല്ലാന്ന് അവർ പറയണത്.
അത് ലറൂരിയത്തല്ല. അതിനുശേഷം കാഫിറാകുവല്ലേ ഇല്ല, തർക്കണ്ട്. ഒക്കെ കൗലിക്കും അവര് പറയും പോലെ ഇന്ന ശർറ ഗൈറു മുറാദിൻ ലഹു തആല, തിന്മ അല്ലാഹു തആല ഉദ്ദേശിക്കാത്തതാണ് എന്നപോലെ വാദം. വഇന്നൽ ഖുർആന മഖ്ലൂഖുൻ, ഖുർആൻ മഖ്ലൂഖാണ് എന്നുമാണ് വാദം. ഇങ്ങനെ ലറൂരിയാത്തിൽ പെടാത്ത കാര്യങ്ങൾ നബി ചെയ്തു. എന്നാൽ അതിനെതിരെ അതിന്റെ വിധി എന്താ പറയാ? വക്കീല ബി കുഫ്രിഹിം, ഇത്തരം വാദങ്ങൾ വാദിക്കുന്നവർ കാഫറാണ്. അപ്പൊ ഇത് വാദിക്കുന്ന മുഅ്തസിലത്തുകൾ കുഫറാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം? لأن نفي مبادئ الصفات وعموم الإرادة جهل بالله تعالى, അല്ലാഹു തആലക്ക് ഇറാദത്തില്ല എന്ന ഒരു ഉമൂമിനെ നിഷേധിക്കുന്നു. അതുപോലെ തന്നെ സിഫാത്തുള്ള തുടക്കങ്ങളും ഇല്ല എന്നൊക്കെ പറയുന്ന സംഗതികൾ അള്ളാഹിനെ കൊണ്ടുള്ള വിവരങ്ങളാണ്. അത് പറയാൻ പാടില്ല. പിന്നെ വലിയ ഖബരി മങ്കാല ഖുർആൻ മഖ്ലൂഖും വഹുവ കാഫിറുൻ എന്ന് ഹദീസ് ഉണ്ടല്ലോ. ഖുർആൻ മഖ്ലൂഖാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്നും ഹദീസുണ്ട്. ഇത് രണ്ടിന്റെ വെളിച്ചത്തിൽ വെച്ച് നോക്കുമ്പോൾ ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ കാഫിർ ആവണ്ടേ എന്നുള്ളതാണ് തീരക്കുള്ള ന്യായം. എന്നാൽ ഇങ്ങനെ വാദിക്കുന്ന ആളുകളെ കുറിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത്? എടുക്കാം. വൽ മുഖ്താറുല്ലദി അലൈഹി ജംഹൂറുൽ മുതകല്ലിമീന വൽ ഫുഖഹാഇ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, വിശ്വാസശാസ്ത്ര പണ്ഡിതന്മാർ, ഇവരിൽ ബഹുഭൂരിഭാഗം നിലകൊള്ളുന്ന മുഖ്താറായ അഭിപ്രായം എന്താ? ആ അഭിപ്രായം ഇങ്ങനെ അങ്ങ് ഗ്രഹിക്കാം. അന്നഹു ലാ യക്ഫുറു അഹദുൻ മിനൽ മുഖാലിഫീന ഫീ ഗൈരിൽ ലറൂരി, ദീനുൽ ലറൂറല്ലാത്ത കാര്യത്തിൽ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്ന ഒരാളും കാഫിറാവുകയില്ല എന്നാണ് മുഖ്താറായ അഭിപ്രായം. പിന്നെ വൽ ജഹ്ലു ബിഹി തആല മിൻ ബഅദിൽ വുജൂഹി ഗൈറു മുകഫിരിൻ, ചില വഴികളിലൂടെ അല്ലാഹു തആലയെ കുറിച്ച് വിവരമില്ലാന്ന് വെക്കുക, അതുകൊണ്ട് അയാൾ കാഫിറാകുക, അയാൾ കാഫിറാക്കുന്നതല്ല അത്. വലൈസ അഹദുൻ മിൻ അഹ്ലിൽ ഖിബലത്തി, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളും ഇല്ല. എന്ത്? ബിജഹ്ലിഹി തആല, അല്ലാഹു തആലയെ കൊണ്ടുള്ള വിവരക്കേട് ഇല്ലാ കദാലിക, അങ്ങനെ അല്ലാതെ ഇല്ലല്ലോ. ഏതെങ്കിലും വിധേന അല്ലാഹു തആല അറിയാത്തവരില്ലേ? ഉണ്ട്. എല്ലാ വിധേനുമല്ല, ഏതെങ്കിലും ഒരു വഴിയിലൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ അല്ലാഹുവിനെ അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അറിയാൻ കഴിയാത്തവർക്ക് കാഫിറാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ വകുപ്പില്ലല്ലോ. കാരണം ഇന്നകും മനഖ്തിലാഫി മദാഹിബിഹിം, ഈ പറയുന്ന ബിദ്അത്തുകാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മുഅ്തസിലത്ത് ഇത്തരം ആളുടെ മദ്ഹബുകൾ വിഭിന്നമാണ്. വിഭിന്നമായിരിക്കുന്ന മദ്ഹബുകൾ കൂടെ അവരായിരിക്കെ ഇത്തറഹു, അവർ സമ്മതിക്കുന്നുണ്ടല്ലോ ബി അന്നഹു തആല ഖദീമുൻ അസലിയുൻ, അല്ലാഹു തആല ഖദീമുമാണ് അസലിയുമാണ്. അവിടെ കുഴപ്പമില്ലല്ലോ. ആലിമുൻ ഖാദിറുൻ, അല്ലാഹു തആല അറിവുള്ളവനാണ്, അല്ലാഹ് കഴിവുള്ളവനാണ്. മൂജിബുൽ ഹാദിൽ ആലമി, ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നവനാണ് അല്ലാഹ് എന്നീ കാര്യങ്ങൾ അവർ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളെ കൊണ്ട് അവർ നിഷേധിക്കുന്നത് കാഫിറാക്കാൻ പറ്റുമോ ഇല്ലേ? അടിസ്ഥാനപരമായ ഒരു നിഷേധികളല്ലല്ലോ. ചില കാര്യങ്ങളിൽ കൂടെ അല്ലേ അള്ളാഹിനെ പറ്റി ഒരു വിവരമില്ലാതെ ആയതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ നിഷേധത്തിന് കാഫിർ എന്ന് പറയാൻ പറ്റുമോ? അവളെ കാഫിറാക്കാൻ പറ്റുമോ? ഇല്ല എന്നാണ്. പിന്നെ അൽ ഖുർആൻ മഖ്ലൂഖും വഹുവ കാഫിർ എന്ന് പറഞ്ഞ ഹദീസോ വൽ ഖബറുൽ മദ്കൂർ ഗൈറു സാബിത്തിൻ, അത് സ്ഥിരപ്പെട്ട് വരാത്ത ഹദീസാണ്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയൊക്കെ അവിൽ മുറാദു ബിൽ മഖ്ലൂഖി ഫീഹിൽ മുഖ്തലഖൂന, മഖ്ലൂഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുർആനിൽ മഖ്ലൂഖ് എന്നാൽ മുഖ്തലഖ് നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടത്, ഐരി മുഖ്തറ, ഖുർആൻ നിർമ്മിച്ചുണ്ടാക്കപ്പെട്ടതാണ് എന്നാണോ മഖ്ലൂഖിന്റെ അർത്ഥം? നബിന മുദ്ദഇദാലിക, അങ്ങനെ വാദിക്കുന്നവൻ കാഫിറുൻ ഇജ്മാൻ, അതിലാർക്കും തർക്കമില്ല, ഇജ്മാഅാണ് എന്ന് പറയാം. ഹദീസിന് രണ്ട് നിലക്കാണ്. ഒന്നിരിക്കൽ ഹദീസിനെ പെട്ടിട്ടില്ല, അതിൽ ഹദീസിന്റെ അർത്ഥം ഇങ്ങനെ വെക്കാം. അപ്പൊ അവിടെ അങ്ങനെയായിട്ട് പോയി. അപ്പൊ വിലപ്പെട്ട അഭിപ്രായ പ്രകാരം ലറൂരി അല്ലാത്ത കാര്യങ്ങൾ തർക്കിക്കുന്നവരുണ്ടെങ്കിൽ അവർ കാഫിറാവൂല എന്നുള്ളതാണ്. എങ്കിലും ഇത്തരം വാദം ഉന്നയിക്കുന്നവർ യുബദ്ദഊന വയസ്തഖൂന, അവരെ തമ്മാടികളായിട്ടും ബിദ്അത്തിന്റെ കക്ഷിക്കാരുമായിട്ട് ചിത്രീകരിക്കാം എന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് തമ്മാടികളും ബിദ്അത്തിന്റെ കക്ഷിക്കാരും ആക്കാൻ കാരണം? ലി വുജൂബി ഇസാബത്തിൽ ഹഖിയ ഐനം വി മസായിൽ ഖിലാഫി ബി ഉസൂലിദ് ദീനി, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ വിഭിന്നമായി വരുന്ന മസാലകളിൽ ഇന്നത് എന്താണ് എന്ന് വ്യക്തമായി തന്നെ ഹക്കിനെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ? ആ ഹക്കിനെ എത്തിക്കൽ വുജൂബല്ലേ? ആ വുജൂബായ ഒരു കാര്യം കൊണ്ട് അവർ ഹക്ക് എത്തിച്ചില്ല, അവർ അതിനെ നിഷേധിച്ചു. ആ രീതി വരുമ്പോൾ അവർ ബിദ്അത്തുകാരും തമ്മാടികളുമായി കൂട്ടാം. പിന്നെ വജ്ഹു തശ്ബീൽ ഖദരിയ്യത്തി ബിൽ മജൂസി, അഗ്നി ആരാധകരാണ് ആര്? ഖദരിയാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ ഉമ്മത്തിലെ മജൂസിയാക്കളാണ് ഖദരിയാക്കൾ. അപ്പൊ മജൂസിനോട് തസ്ബീഹാക്കിക്കൊണ്ടാണ് ഖദരിയാക്കൾ കൊണ്ടുവന്നത്. അതിന്റെ ന്യായം അന്നൽ മുഅ്തസിലത്തല്ലദീ ഹുമുൽ ഖദരിയ, മുഅ്തസിലത്ത് എങ്ങനത്തെ മുഅ്തസിലത്ത് അവർ ഖദരിയാക്കളാണ്. എങ്ങനത്തെ ഖദരിയാക്കള്? അൻകറു ഈജാദൽ ബാരി തആല ഫിഅൽ അബ്ദി, അടിമയുടെ കർമ്മത്തെ അല്ലാഹു തആല ഉണ്ടാക്കുന്നതിനെ അവർ നിഷേധിച്ചു. അങ്ങനെ നിഷേധിച്ചതായിരിക്കുന്ന ഖദരിയാക്കളാണ് ഈ മുഅ്തസിലത്ത്. അങ്ങനെ വന്നപ്പോ ഫജഅലഹു ബഅദഹും, അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ, മുഅ്തസിലത്തിന് ചില ആളുകൾ എന്താക്കി, മജൂസിയെ പോലെ ആക്കി. അതാരെ പോലെ നോക്കുക, കൽ ജുബ്ബായി, ജുബ്ബായിയെ പോലെ, വൈറ ഖാദിൻ അലാ ഐനിഹി, എന്തായി ആക്കിയത്, അത് ഇന്നതാണ്, ആ അടിമയുടെ കർമ്മം ഇന്നതാണ് എന്നതിന്റെ മേലെന്തില്ല, അല്ലാഹു തആല ഖാദിർ അല്ല എന്നാണ് ജുബ്ബായിയെ പോലെയുള്ള ചില ആൾക്കാർ അടിമയുടെ കർമ്മത്തെ പറ്റിയാക്കി വെച്ചത്. ബൽഖിയും തന്റെ സിംഗിടികളും അങ്ങനെയുള്ള ചില മുഅ്തസിലത്തുകൾ ഈ അടിമയുടെ പ്രവൃത്തിയെ അലാ മിസ്ലിഹി, ആ അടിമയുടെ പ്രവൃത്തി പോലോത്തതിന്റെ മേൽ കഴിവില്ല എന്നുമാക്കി വെച്ചിട്ടുണ്ട്. അവസാനം എന്താക്കി, അങ്ങനെ അള്ളാഹുവിൽ നിന്ന് മാറ്റിയിട്ട് അടിമയാണ് അവന്റെ കർമ്മത്തിന്റെ മേൽ കഴിവുള്ളവൻ എന്നവരാക്കി വെച്ചു. ഇങ്ങനെ വരുമ്പോൾ പോവ ഇസ്ബാത്തുൽ ശരീക്ക്, അപ്പൊ പിന്നെന്താണ്, ഒരു ശരീക്കിനെ സ്ഥിരപ്പെടുത്തലല്ലേ. അള്ളാഹു തആലക്ക് അതിന് കഴിവ്, അള്ളാഹു തആല അടിമയെ സൃഷ്ടിച്ചു. അടിമയെ സൃഷ്ടിച്ച അള്ളാഹു തആല അള്ളാന്റെ അടിമയുടെ കർമ്മങ്ങൾ സൃഷ്ടിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞ ഇന്നതാണ് അവന്റെ അയിനെന്താ, കർമ്മത്തിന്റെ അയിനെന്താണ് എന്നതിന് കഴിവില്ല, അല്ലെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്നൊരു പടക്കാൻ കഴിവില്ല എന്ന് വാദിക്കുന്ന ഈ വാദത്തെ കുറിച്ച് പറഞ്ഞാൽ, അടിമയാണ് അടിമയുടെ കർമ്മത്തെ സൃഷ്ടിക്കുന്നവൻ എന്ന് വന്നാൽ അള്ളാഹു തആലക്ക് പങ്കു ചേർക്കൽ വരും. ആരെപ്പോലെയൊക്കെ ഖൗലുൽ മജൂസി, അഗ്നി ആരാധകരെ പോലെ. ആ നിലക്കാണ് മജൂസിയാക്കളോട് ഖദരിയാക്കൾ തസ്ബീഹാക്കാനുള്ള ന്യായം. അപ്പൊ ചുരുക്കത്തിൽ ഈമാനു വൽ കുഫ്റു ഇൻദഹും ഫീൽ അബ്ദി, അടിമയുടെ കർമ്മത്തിൽ നിന്ന് അവരുടെ കർമ്മത്തെ കുറിച്ച് മുഅ്തസിലികളുടെ അടുക്കൽ വിശ്വാസം കുഫർ എന്ന് പറഞ്ഞ അതൊക്കെ എന്താണ്, അടിമയുടെ കർമ്മമാണ്, അത് അള്ളാഹ് സൃഷ്ടിക്കുന്നതല്ല. ലാമിനർ റബ്ബി സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല നിന്നുള്ളതല്ല ഒരടിമ അവിശ്വാസിയാവുക എന്നുള്ളതും ഒരടിമ വിശ്വാസിയാവുക എന്നുള്ളതും റബ്ബ് സൃഷ്ടിക്കുന്നതല്ല, അത് അടിമയുടെ ഭാഗത്തിൽ കൂടെ ഉണ്ടാവുന്ന ഒന്നാണെന്ന ഖദരിയത്തിന്റെ വാദം. ويقوي القول بتكفيرهم بذلك, എന്നാ അവരെ കാഫിറാക്കുക ഇതുകൊണ്ട് എന്നൊരു ഖൗലിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. വഇൻ കാനൽ മുഖ്താറു ഖിലാഫഹു, ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവരെ കാഫിറാക്കലല്ല, കാഫിറാക്കൂല എന്നുള്ളതാണ് ഇതിന് നേരെ എതിരുള്ളത്. എന്നാലും ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്ന മുഅ്തസിലത്തിനെ കാഫിറാക്കിക്കൊണ്ടുള്ള ഖൗലിന് ശക്തി പകരുന്നുണ്ട്. ഇത് അന്നഹും ഖറഖും ബിദ്അതിഹിം, മുഅ്തസിലത്തിന്റെ അല്ലെങ്കിൽ ഖദരിയാക്കളുടെ ബിദ്അത്ത് കൊണ്ട് അവർ പൊളിച്ചു. ആദിഹി ഇജ്മാഅ മുഖ്തഖദ്ദിമിൽ ഉമ്മത്തി അലൽ ഇബ്തിഹാലി ഇലൈഹി തആല അൻ യർസുഖഹും അൽ ഈമാന വയജന്നിബഹുൽ കുഫ്റ, കുഫർ അല്ലാഹു തആല അവർക്ക് ദൂരീകരിക്കുന്നു, വിശ്വാസം അല്ലാഹു തആല അവർക്ക് നൽകുന്നു എന്നുള്ളതാണല്ലോ. അല്ലാഹു തആലയിലേക്ക് ഇബ്തിഹാലാക്കിക്കൊണ്ട് അതിന്റെ മേലിൽ എന്താണ് മുത്തഖദ്ദിമീങ്ങളായിരിക്കുന്ന അയിമ്മത്തുൽ ഇജ്മാ ചെയ്തിട്ടുണ്ട്. അത് അല്ലാഹു തആല കൊടുക്കുന്നതാണ് വിശ്വാസം, കുഫറിനെ അല്ലാഹു തആല അവർക്ക് എന്താണ് ദൂരീകരിക്കുന്നതാണെന്നാണ് ശബ്ദിക്കുന്നത്. അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊള്ള ആ ശബ്ദം, ആ ശബ്ദത്തിന്റെ മേലാണ് മുൻകഴിഞ്ഞു പോയ അയിമ്മത്തിന്റെ ഇജ്മാ ഉള്ളത്. അത്തരം ഒരു ഇജ്മാനെയാണ് ഈ മുഅ്തസിലിയാക്കളായ ആളുകൾ വന്നിട്ട് അവരുടെ ഈ വിദണ്ഡവാദങ്ങൾ നിരത്തി അടിമയുടെ കർമ്മം അടിമ തന്നെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൊളിച്ചു കളഞ്ഞു ഇജ്മാനെ. അങ്ങനെ വരുമ്പോൾ അവരെ കാഫിറാക്കാൻ പറ്റും. അപ്പൊ ഇജ്മാ ഒരു കാര്യത്തെ നിഷേധിച്ചു, ആ നിഷേധിച്ചുകൊണ്ട് അവർ കാഫിറാക്കാം എന്ന ഖൗലിനെ ഇത് ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹാദ, ഇത് നീ പിടിച്ചു വെച്ചോ, നല്ലോണം മനസ്സിലാക്കിക്കോ, ഇതറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ചുരുക്കത്തിൽ ദീനു ളറൂറത്തായിരിക്കുന്ന കാര്യത്തെ നിഷേധിച്ചാൽ കാഫിറോ തർക്കമില്ല.
എന്ന വിശ്വാസമായിരിക്കുന്ന കാര്യത്തിൽ ഭിന്നാഭിപ്രായമായി വരുന്ന ലറൂരിയത്ത് അല്ലാത്തതിലുള്ള വിശ്വാസകാര്യത്തിൽ തർക്കിക്കുന്നവരെ കാഫിറാക്കാൻ പറ്റൂല എന്നാണ് മുഖ്താറായ അഭിപ്രായം. വായില നീ മനസ്സിലാക്കണോ അന്ന വുജൂബൽ ഈമാനി ബില്ലാഹി വമലായികതി വകുതുബി വറുസുലിഹി വൽ യൗമിൽ ആഖിരി ഈ പറയപ്പെട്ട കാര്യങ്ങളെ കൊണ്ടുള്ള വിശ്വസിക്കൽ നിർബന്ധമാണല്ലോ. ആ നിർബന്ധത്തിൽ ലാ യുസ്തറതു ബിഅൻ യകൂന അൻ നദിരി വസ്തിദലാലി ഇതൊക്കെ വിശ്വസിക്കണമെങ്കിൽ അവൻ ആലോചിക്കണം, തെളിവ് പരത്തണം എന്നുള്ള കാര്യം ഷർത്തുണ്ടോ? അല്ലേ? ഇല്ല. തെളിവും വേണ്ട, അവൻ ആലോചിക്കൊന്നും വേണ്ട, അത് വിശ്വസിക്കേണ്ട കാര്യം വിശ്വസിച്ചാൽ മതി. ബൽ യക്ഫി ഇഅ്തിഖാദുൻ ജാസിം ബിദാലിക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഉറപ്പായ വിശ്വാസം ഉണ്ടാകണം, സംശയം ഉണ്ടാവരുത്. കാരണം ഇതിൽ മുഖ്താറുല്ലദി അലൈഹി സലഫ് പോയ വഴി അയിമ്മത്തുൽ ഫത്വ മിനൽ ഖലഫി ഖലഫിന്റെ കൂട്ടത്തുനിന്ന് ഫത്വ കൊടുത്ത അയിമ്മത്തുകളും സലഫുകളും മുഖ്താറാക്കിയത് ആമ്മത്തുൽ ഫുഖഹായി ഫുഖഹാക്കൾ പൊതുവെയും മുഖ്താറായി നിൽക്കുന്ന ഒന്നെന്താ? സിഹ്ഹത്തു ഈമാനുൽ മുഖല്ലിദി മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ലേ? ഒരു മദ്ഹബിന്റെ ഒരു പണ്ഡിതന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ട് അയാളെ വാക്ക് കേട്ട് വിശ്വസിച്ച ആളുകൾ അവിടെ ഈമാൻ ശരിയാണ് എന്നുള്ള മുഖ്താറായ അഭിപ്രായം. അപ്പോ മുഖല്ലിദീങ്ങൾക്ക് എന്ത് വേണ്ട? മുഖല്ലദിനല്ല, മുഖല്ലിദിന് എന്ത് വേണ്ട? തെളിവുകളൊന്നും വേണ്ടല്ലോ എന്ന് മനസ്സിലായില്ലേ? പിന്നെ ഇമാമി സുന്നത്തി അഷേഖ് അബുൽ ഹസൻ അഷ്അരി ഇമാം ഷെയ്ഖ് അബുൽ ഹസൻ അഷ്അരി തങ്ങള് സുന്നത്തിന്റെ ഇമാമ. ആ ഇമാമിനെ തൊട്ട് പാടില്ല, അത് ശരിയാവുകയില്ല എന്നൊരു ഉദ്ധരണി കാണുന്നുണ്ട്. ഇങ്ങനെ ഒരു ജാസിമിന് ഇത്തിഖാദ് മതി, അത് പോരാ എന്നല്ലേ ഷെയ്ഖുൽ ഇമാം സുന്ന അബുൽ ഹസൻ അഷ്അരി തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ കദിബുൻ അലൈഹി, അത് മഹാനവർ കളവ, മൂപ്പര് മഞ്ഞു ചെയ്തിട്ടില്ല. ഉസ്താദ് അബുൽ ഖാസിം ഖുശൈരി ഇമാം ഉസ്താദ് അബുൽ ഖാസിം ഖുശൈരി തങ്ങൾ അങ്ങനെ പറഞ്ഞതുപോലെ എന്തോടുകൂടെ അല അന്നഹു യഖില്ലു അൻ യറാ മുഖല്ലിദുൻ ഫിൽ ഈമാൻ ബില്ലാഹി തആല അല്ലാഹനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ തഖ്ലീദ് ചെയ്ത ഒരാളെ അഭിപ്രായം വളരെ കുറവല്ല ഉണ്ടാവുക. കാരണം എന്തുകൊണ്ട്? ലിഅന്നാ നജിദു കലാമൽ അവാമി മഅശൂബൻ ബിൽ ഇസ്തിദ്ലാലി പൊതുവെ ഉള്ള സംസാരത്തെ നമ്മൾ എത്തിക്കുന്നുണ്ട്. എങ്ങനെ? ദലീല് കൊണ്ട് നിറക്കപ്പെട്ടതായിട്ട് എത്തിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ദലീല്? ബി വുജൂദി ആദൽ ആലമി ഈ പ്രപഞ്ചം ഉണ്ട് എന്നതുകൊണ്ട്. എന്തിന്റെ മേലുണ്ട്? അലാ വുജൂദി തആല വ സിഫാത്തിഹി അല്ലാഹു തആലാക്ക് വുജൂദുണ്ട്, അല്ലാഹു തആലാക്ക് സിഫാത്തുണ്ട് എന്നതിന്റെ മേൽ ഈ പ്രപഞ്ചം തന്നെ അറിയിക്കുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് ദലീലാക്കുന്നുണ്ട് പൊതുവേ സംസാരം. സിഫത്ത് മിന്നവിൽ ഇൽമി അറിവ് വൽ ഇറാദത്തി ഉദ്ദേശം വൽ ഖുദ്റത്തി കഴിവ് ഇതൊക്കെയാണല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് പൊതുവേ ദലീലായി സംസാരിക്കുന്നുണ്ടല്ലോ. വലൈസ ഹാദാ തഖ്രീദൻ ഇതെന്താണ്? തഖ്രീദല്ലല്ലോ, ഇത് തഖ്രീദല്ല. തഖ്രീദ് എന്ന ഇങ്ങനെയല്ലല്ലോ. ഇത് അള്ളാഹനെ കൊണ്ടുള്ള വിശ്വാസത്തിൽ ഒരു മുഖല്ലിദിനെ എന്താ കാണുക എന്നുള്ള വളരെ കുറവാണ്. എന്താ കുറവായി വന്നത്? മുഖല്ലിദല്ല, അതൊക്കെ തെളിവ് പ്രകാരം സ്വീകരിക്കുന്ന ആളുകളാണ്. കാരണം ഇത് തഖ്രീദല്ല എന്ന് പറയാൻ കാരണം ഇത് ഹുവ അൻ യസ്മഅ മൻ നസ്അ ബിഖുല്ലതി ജബരിൻ നാസ് കാരണം അവൻ അവൻ കേൾക്കലാണ് മൻ ഒരുത്തനെ. എങ്ങനത്തെ ഒരുത്തൻ അവൻ ജീവിച്ചു ബി കുല്ലത്തി ജബൽ ഒരു പർവ്വതത്തിന്റെ ഒഴിഞ്ഞുപോയ ജനങ്ങളാരുമില്ലാത്തൊരു പർവ്വത്ത് പോയി ജീവിച്ചു. അവിടെ ജനിച്ചു വളർന്ന ഒരുത്തൻ അന്നാസ ജനങ്ങളെ കേൾക്കുന്നു. എന്താ ജനങ്ങൾ പറയുന്നത്? യഖൂലൂന അവര് പറയുന്നു ലിൽ ഖൽഖി സൃഷ്ടികൾക്കുണ്ട് റബ്ബുൻ ഒരു റബ്ബുണ്ട്. ഖലഖഹും ആ റബ്ബ് അവർ സൃഷ്ടിച്ചു. വ ഖലഖ കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുണ്ട് ആ റബ്ബ്. മിൻ ഗൈരി ശരീകിൻ അവരൊരു പങ്കുകാരില്ലാതെ. അപ്പോ സൃഷ്ടാവായ അള്ളാഹ് ഒരു കൂട്ടുകാരില്ലാതെ എല്ലാത്തിനും സൃഷ്ടിച്ചു, എല്ലാവരും സൃഷ്ടിച്ചു എന്ന് ജനങ്ങൾ പറയുന്നതായിട്ട് പർവ്വതത്തിൽ പോയി താമസിക്കുന്ന ആളുകൾ കേൾക്കുന്നു. അങ്ങനെ വയസ്തഖുൽ ഇബാദത്ത് അലൈഹിം ഈ അടിയങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ
അതിന്റെ മേലുള്ള ഇബാദത്ത് ഉടമയാക്കുന്നവരും അല്ലയാണ്. ഇതാണ് കേൾക്കുന്നത്. അങ്ങനെ വരുമ്പോ യജുസുമു ബിദാലിക, ജനങ്ങൾ ഈ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ മലയിൽ താമസിച്ച ഈ വ്യക്തി അത് ഉറപ്പിക്കുകയാണ്. എന്തിന്? ഇജ്ലാലൻ ലഹും അനിൽ ഖതഇ, പിഴവിനെ തൊട്ട് അവരെ വന്നിച്ചതിന് വേണ്ടി. അവർ പിഴവിലേക്ക് വരൂല. അപ്പൊ ആ പിഴവിലേക്ക് വരാതെ പിഴവിനെ തൊട്ട് അവരെ ആദരിച്ചതിന് വേണ്ടിയും തഴച്ചല്ലിയും അവരെ കൊണ്ടുള്ള ലന്ന് നന്നാക്കിയത് കൊണ്ടും ആണല്ലോ ഉറപ്പിച്ചത്. ഇങ്ങനെ കേട്ടപ്പോ അപ്പൊ വൈദാ തമ്മ ജസ്മുഹു, അപ്പൊ ഈ മനുഷ്യന്റെ ഉറപ്പ് പരിപൂർണമായാൽ അതെങ്ങനെയാ? അല്ലം യുജവ്വിസ് നഖീല മാ അഖ്ബറു ബിഹി, ഈ പറഞ്ഞ ജനങ്ങൾ പറഞ്ഞ നേരെ എതിര്, ആ എതിരിനെ ഈ കേട്ട വ്യക്തി ജായിസാക്കാതിരിക്കുമ്പോഴാണല്ലോ അയാളെ വിശ്വാസം ഉറപ്പായി എന്നുള്ളത്. അങ്ങനെ ഉറപ്പായി വന്നാൽ ഫഖദ് അസന വാജിബുൽ ഈമാനി, അപ്പോൾ അയാൾ വിശ്വസിക്കുന്ന നിർബന്ധമാണ് എന്നൊരു സംഗതി ഇവിടെ കരഗതമായി. വയും ഫാത്തഹുൽ ഇസ്തിദ്ലാലു, അയാളെ സംബന്ധിച്ചിടത്തോളം ദലീലുകൾ നഷ്ടപ്പെട്ടു. എന്നിരുന്നാലും വിശ്വാസം ഉറപ്പായി. ലി അന്നോ വയറു മഖ്സൂദിൽ ദാത്തി, കാരണം ദലീലുകൾ നഷ്ടപ്പെട്ടു പോയാലും അയാളുടെ വിശ്വാസം ഇവിടെ എന്തായി വാജിബാണെന്ന് കരഗതമായി പറയാൻ കാരണം ദലീല് പിടിക്കുക എന്നുള്ളത് ദാത്തം നിലക്ക് നോക്കുമ്പോൾ അത് മഖ്സൂദേ അല്ല. പിന്നെ എന്തിനാണത്? അള്ളാഹിനെ കുറിച്ച് അറിയണമെങ്കിൽ ദലീലാക്കൊന്നും വേണ്ട. ബൽ പിന്നെ ഒരു തവസ്സുബിൽ ജസ്മി, ഉറപ്പിക്കലിലേക്ക്, അള്ളാഹ് ഉണ്ടെന്ന് ഉറപ്പിക്കലിലേക്ക് ദലീല് വേണം. ആ ദലീല് ഉറപ്പിക്കലിലേക്ക് ചേരാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. വഖദ് അസറ, എത്തരത്തിൽ ആ ജസ്മുടെ ഉണ്ടായി ചെയ്തില്ലേ? ഈ ജനങ്ങൾ പറയുന്ന വാക്കും കേട്ടു, അപ്പോൾ ഉറപ്പും കിട്ടിയില്ലേ? വഖാദിയത്തു ഹാദ തഅലീൽ, ഇവിടെ ഈ പറഞ്ഞ ഇല്ലത്തിന്റെ ഇല്ലത്ത് പറഞ്ഞല്ലോ ഇവിടെ. ആ ഇല്ലത്തിന്റെ തേട്ടം അന്നഹുലായി അസീബി തെർക്കിയിൽ ഇസ്തിദ്ലാല, ഇനി ഒരു അടിമ അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസകാര്യങ്ങളിൽ ദലീല് തേടാതെ വിശ്വസിച്ചു, അപ്പൊ ദലീൽ അവൻ ഉപേക്ഷിച്ചു. അതുകൊണ്ട് അവൻ കുറ്റക്കാരനാകുമോ? ഇല്ല എന്നല്ലേ മനസ്സിലാകുക. ലിമാ തഖററ മിൻ ഉസൂൽ മഖ്സൂദ് ബിദ്ദാത്തി ബിദൂനിഹി, ദലീൽ ഇല്ലാതെ തന്നെ ബിദ്ദാത്ത് നൽകു ഉദ്ദേശിച്ച കാര്യയുടെ കരഗതമായില്ലേ? അള്ളാഹ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കണം എന്നാണ്. അതാണ് ഉദ്ദേശം. അത് ദലീലില്ലാത്തവരെ കിട്ടി. ഇനി എന്താ ദലീലിന്റെ ആവശ്യം? ലാക്കിൻ, എങ്കിലും നഖല ബഅദും അൽ ഇജ്മാ അലാ തഅസീബ് ബി തുർക്കി എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയൊക്കെയാണ്, എങ്കിലും കളി എങ്ങനെ കിട്ടുമെങ്കിലും ദലീല് ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ കുറ്റക്കാരനാക്കുക എന്നതിന്റെ മേലിൽ ഇജ്മാ ഉണ്ടെന്നാണ് ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണി. അതിന്റെ ന്യായം അന്ന ജസ്മുഹീന ഇതിൻ, ദലീൽ ഇല്ലാതെ അവനെന്താണെന്നറിയാമോ ഉറപ്പിക്കല് ലാ സിഖത ബി, ആ വിശ്വാസത്തിന് വലിയ ഉറപ്പില്ല. കാരണം ഇതിൽ അറബത്തിലോ സുബഹ, വല്ല തിരിച്ചറിയായ്മയും അവന് വെളിപ്പെട്ടു എന്ന് വെക്കുക, എന്നാ ഫാത്ത, അവന്റെ വിശ്വാസം പോയില്ലേ. ഓ ബക്കിയ മുതറദ്ദിദൻ, ദലീലില്ലാതെ വിശ്വസിച്ചാൽ ആൾക്കാരുടെ സ്വഭാവം ഇങ്ങനെ വരിക. വല്ല തിരിച്ചറിയാനും ആരെങ്കിലും സുബഹനെ ഒരു കൺഫ്യൂഷനാക്കിയിട്ടാൽ ഓന്റെ ഉറപ്പ് പോയി. പിന്നെ ഇടയാട്ടത്തിലായ നിലയിൽ അവൻ അവശേഷിക്കുന്നു. നേരെ മറിച്ച് ബി ഖിലാഫിൽ ജസ്മിൻ നാശി അനിൽ ഇസ്തിദ്ലാലി ലാ യബൂതു ബിദാലിക, ദലീല് പ്രകാരം കിട്ടിയതായിരിക്കുന്ന ഉറപ്പ് അതൊരിക്കലും എന്താവില്ല, ആരെങ്കിലും സുബഹ് കൊണ്ടെന്നിട്ടാലും അത് നഷ്ടപ്പെട്ടു പോവുകയില്ല. അതാണ് ദലീലും ഇല്ലാത്ത ജസ്മിന്റെ വ്യത്യാസം എന്ന് വച്ചു. വീണ്ടും ഒരു സംശയം വരുന്നുണ്ട്. അലാ സായിമി മുത്തലാനി ഈമാനിൽ മുഖല്ലിദി, മുഖല്ലിദിന്റെ ഈമാൻ ബാത്തിലാണെന്ന് വാദിക്കുന്നുണ്ട്. ആ വാദിക്കുന്ന ആളുടെ മേലിൽ ഒരു സംശയം വരുന്നുണ്ട്. മുഖല്ലിദിന്റെ ഈമാൻ ശരിയല്ലാതല്ലേ പറഞ്ഞത്? അങ്ങനെ വാദിക്കുമ്പോൾ ഇവിടെ എന്താ കുഴപ്പമെന്ന് അറിയോ? അന്ന സ്വഹാബത്ത റിദ്വാനുല്ലാഹി തആല അലൈഹിം, സ്വഹാബാക്കള് ഫതഹു അക്സറ ബിലാദിൽ അജം, അനറബി നാടുകൾ അധികവും അവർ ജയിച്ചടക്കി. അങ്ങനെ കബിലു ഈമാന അവാമിഹിം, പൊതുവെയുള്ള അവരെ കൊണ്ട് വിശ്വസിച്ച് വന്ന ജനങ്ങളെ വിശ്വാസം അവർ സ്വീകരിച്ചു. ഏതുപോലെയൊക്കെ അജ്ലാഫിൽ അറബ്, അറബികൾക്കൊന്നും തിരിയാത്ത ആൾക്കാരെ പോലെ, വൈകാന താഴത്തെ സൈഫി, അവ ചോദിച്ചേക്കാം വാളുകാട്ടി പേടിച്ചു, ആ പേടിയോടുകൂടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാലും സംഗതിയിൽ അവരുടെ ഈമാൻ അംഗീകരിച്ചത് ദലീലോട് കൂടെ വേണമെന്ന് വന്നാൽ ഇത് പറ്റൂലല്ലോ. അല്ലെങ്കിൽ ലൗ തബഅല്ലി കബീരിൻ മിൻഹും അസ്ലമ, അവരുടെ കൂട്ടത്തിൽ വലിയ ഒരാൾ മുസ്ലിമായി വന്നു, ആ മുസ്ലിമായ ഒരാളോട് പിൻപറ്റിക്കൊണ്ട് കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നു. എന്നാൽ
കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ, അവരുടെ വിശ്വാസം സ്വീകാര്യമല്ലേ ആണല്ലോ. അങ്ങനെ അവരാരും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ഒരാളോടും സ്വഹാബത്ത് കൽപ്പിച്ചിട്ടില്ലല്ലോ. ബിത്തൊറുദീദിനെതിരിൽ ചിന്ത നല്ലോണം ആവർത്തിച്ചു നോക്കിക്കോ, മടക്കി മടക്കി ആലോചിക്കൂ എന്നൊന്നും കൽപ്പിച്ചിട്ടില്ല. അവരെ ആ വിശ്വാസം അവരെ വാസ്തവമാക്കണം. അങ്ങനെ വാസ്തവമാക്കുവാൻ ദലീലെന്ത്? അതിന് ദലീലൊന്നും ഇത്തരം ആളുകളോട് സ്വഹാബത്ത് ചോദിച്ചിട്ടില്ലല്ലോ. വലാ അർജഉ, അങ്ങനെ അവരെന്തായിട്ടില്ല. അമ്രുഹുവത്തായി എന്തുറ, അവൻ ആലോചിക്കുന്നത് വരെ അവന്റെ കാര്യത്തെ അവരാരും പിന്തിപ്പിച്ചിട്ടില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അവര് വിശ്വസിച്ച് സ്വീകരിച്ചില്ലേ. അപ്പോൾ അഖലൂബിനവിഹാദ, ഇതുപോലെയുള്ളതിനുള്ള ബുദ്ധി യജ്സുമു, ആ ബുദ്ധി ഉറപ്പിക്കും ബി അദമി വഖൂഇൽ ഇസ്തിദ്ലാലി മിൻഹും, അവരുടെ ഭാഗത്ത് ദലീൽ സംഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ബുദ്ധി ഉറപ്പിക്കൂലേ. എന്തുകൊണ്ടെന്നാൽ ലിസ്തിഹാലത്തിഹിൻ, ആ സമയത്ത് അവർക്ക് ദലീൽ കൊണ്ടുവരിക എന്നൊരു മുഹാലല്ലേ. പിന്നെ എങ്ങനെ ദലീൽ ചോദിക്കും? അപ്പൊ ബക്കാരമാത്തബക്കുവാരേക്ക് ദലീലൻ അയ്യ ദലീലൻ അലാസിക്കത്തി ഈമാനിൽ മുഖല്ലിദി. അപ്പൊ പിന്നെ ഈ മുഖല്ലിദിന്റെ ഈമാൻ ശരിയാണ് എന്നതിന്റെ മേലിൽ എന്തൊരു ദലീലിന്റെ മേലിലാണ് അവർ യോജിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. അപ്പൊ ദലീൽ വേണമെന്നില്ല, ദലീലില്ലാത്തതിനെ സ്വീകരിക്കാമല്ലോ എന്നായല്ലോ. ഇവരുടെ വാക്കുകളെ എതിര് എവിടെ? അവലി ഖൗലൈഹി, അവ രണ്ടുപേരുടെയും വാക്കിന്റെ ആരംഭത്തിൽ തബിഉ ഫീഹി, ആ വിഷയത്തിൽ എന്താണ് അവരെല്ലാവരും പിൻപറ്റിയിട്ടുണ്ട്. മാ ഒന്നിനോട് ഇബ്തദാഉൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? പുതുതായി ഉണ്ടാക്കിയൊരു കാര്യമുണ്ട്. അത്തരമൊരു കാര്യത്തിനോടാണ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്? തുടർന്നു പോയിട്ടുള്ളത്. അങ്ങനെ തുടർന്നുപോയി അവര്. പിന്നെ വഅദത്തുൽ ഖൗല ബിഹി, അതുകൊണ്ടൊരു വാക്ക് അവർ പുതുതാക്കി ഉണ്ടാക്കി. ബഅദൻഖിലായ അയിമ്മത്തി സലഫി, അയിമ്മത്ത് സലഫ് എല്ലാം കഴിഞ്ഞു പോയ ശേഷം ഒരു പുതിയൊരു വാദം അവർ ഉണ്ടാക്കുകയും ചെയ്തു. അതാണ് പോലെ ഖിലാഫ്. വമിനൽ മുഹാലി, മുഹാലിൽപ്പെട്ടതാണല്ലോ എന്ത്? ഖീല, പറയപ്പെട്ടിട്ടുണ്ട്. ഹദയാൻ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഈമാനി, ഈമാൻ ശരിയാവാൻ ഷർത്താക്കല്. മാ ഒന്നിനെ ലം യഅരിഫൂഹു, അവരാരും അതറിഞ്ഞിട്ടില്ല. വഹും മൻഹും ഫഹ്മൻ അനില്ലാഹി അസ്സ വജല്ല, അവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയ കഴിവുള്ള ആൾക്കാരാണ്. എന്നിരിക്കെ അവരാരും അറിയാത്തൊരു കാര്യത്തെ ഈമാൻ ശരിയാക്കണം, അതിന് ഇന്ന ഷർത്തുകളുണ്ട് എന്ന് എങ്ങനെ കിട്ടാൻ? വഅഖദൻ അൻ റസൂലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ട് പിടിച്ചിട്ടും, വതബരിഅ ലി ശരീഅത്തിഹി, നബി തങ്ങളുടെ ശരീഅത്തിനെ പിൻപറ്റിയിട്ടും രചിച്ചു കൊടുത്തിട്ടും, വത്തിബഅ ലി സുന്നത്തി വ തരീഖത്തി, നബി തങ്ങളുടെ വഴി, നബിയുടെ ചര്യ, അതിനോടൊക്കെ പിൻപറ്റുന്നാൽ വലിയ ആൾക്കാർ അവരൊക്കെ. എന്നിരിക്കെ അവർക്കാർക്കും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിയാത്തൊരു നിബന്ധനയും ഷർത്തൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ? അത് നടക്കുന്നതല്ലല്ലോ, മുഹാലല്ലേ. അപ്പൊ അങ്ങനെയാണ് ഇവർക്കുള്ള എതിർപ്പ് വന്നത്. മുഅ്തസിലത്തിന്റെ വാദവുമായി പിൻപറ്റി അങ്ങനെ ആ വാദം ഇങ്ങനെ പുതുതാക്കി കൊണ്ടുവന്നേ ഉള്ളൂ. പിന്നെ അമ്മൽ ബറാഹില്ലത്തി ഹററഹൽ മുതകല്ലിമൂന, പിന്നെ വിശ്വാസ ശാസ്ത്രജ്ഞന്മാർ സംസാരിക്കുന്ന സ്വതന്ത്രമാക്കിയ മണി പിടിപ്പിച്ചു വെച്ച തെളിവുകൾ. അത്തബകൾ ജദലിയുന, തർക്കിക്കുന്ന ആളുകളൊക്കെ എന്തായി അത് ക്രമീകരിക്കുകയും ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ വൈന്നമായതസ, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാരാ? അൽ മുതഅഖിറൂന, അത് പൂർവികന്മാരൊന്നുമല്ല, പിന്നീട് വന്ന തലമുറകൾ വന്നുണ്ടാക്കിയതാ. വലം യഖുൽ ഫീ ശൈഇൻ മിൻക അസ്സലഫു സാലിഹൂന, മുൻകഴിഞ്ഞു പോയ സലഫു സാലിഹൊന്നും ഇത്തരം വിഷയം പ്രവേശിച്ചിട്ടേയില്ല. അതുകൊണ്ട് ഒമിൻ സമ്മ, അങ്ങനെ വന്നപ്പോ അക്കാരണം കൊണ്ട് ഇഖ്താറു വസ്സാലിയും വൈറുഹു, വസ്സാലി ഇമാമും അല്ലാത്തവരും മുഖ്താറാക്കി. ഫിൽ അവാമി, പൊതുജനത്തിൽ, അല്ലദീന, എങ്ങനത്തെ പൊതുജനങ്ങൾ, ലാ അഹ്ലിയത ഫീഹിം, അവരിൽ ബന്ധപ്പെട്ടവരില്ല. ലി ഫഹ്മിഹ, അത്തരം ദലീലുകളെ മനസ്സിലാക്കുവാൻ കഴിയാത്തവരാ.
അങ്ങനെയുള്ളവരിൽ മുഖ്താറാക്കിയത് എന്താ? അന്നഹും ലാ യഖൂദൂന ഫീഹ, അത്തരം തർക്കങ്ങൾ വരുന്ന വിഷയങ്ങളിലൊന്നും ആ ജനങ്ങൾ പ്രവേശിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നും കൂടി പറയാം. ഐ യഹ്റുമു അലൈഹിം ദാലിക ഇൻ ഖാഫൂ മിൻഹും തമക്കുന സുബ്ഹത്തിൻ മിൻഹും യഅ്സുറു സവാലുഹാ മിൻ ഖുലൂബിഹിം. അത്തരം തർക്കങ്ങൾ ഇട്ടുകൊടുത്താൽ, ജനങ്ങൾക്ക് വിഷയങ്ങൾ ഇട്ടുകൊടുത്താൽ തിരിച്ചറിയാത്ത, സത്യമേത് അസത്യമേത് അറിയാത്ത വിധത്തിൽ ഒരു സുബ ഇട്ടുകൊടുത്തു. ആ സുബ സൗകര്യമാക്കി കൊടുത്താൽ അത് ജനങ്ങൾ ഉണ്ടായിത്തീരും. അത് അവർ രൂഢമൂലമായി കഴിഞ്ഞാൽ അത് നീക്കാൻ പ്രയാസമായും. അങ്ങനത്തെ ഒരു വിഷയം വരികയാണെങ്കിൽ പൊതുജനം അത് തർക്കിക്കാനേ പോണ്ട, അതിലിടപെടുകയും വേണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ആ തെളിവുകൾ തർക്കിക്കലും അത് പരതലും അവർക്ക് ഹറാമാണ്. പാരമ്പര്യമായി കേട്ട വിശ്വാസം കേട്ട് വിശ്വസിക്കുക എന്നൊരു കുഴപ്പമല്ല. അല്ലാതെ വിദ്യാർത്ഥികാർ വന്നിട്ട് നമ്മുടെ പാരമ്പര്യം മുഴുവൻ തകർക്കാൻ പറ്റുന്ന രീതിയിൽ സുബഹട്ട് തരും, സംശയമാക്കിയത് വരും. അങ്ങനെ ചെയ്ത് തെറ്റ്, ഇങ്ങനെ ചെയ്തതൊക്കെ തെറ്റ് പറയും. അവസാനം പൊതുജനം അത് സ്വീകരിക്കും, പോലെ മനസ്സിന് പോകില്ല. അങ്ങനെ വരുന്ന ആളുകൾക്ക് ഈ തെളിവൊന്നും കേൾക്കാൻ നിൽക്കണ്ട. പാരമ്പര്യത്തിന്റെ പാത സത്യപാത, അഹ്ലുസുന്നത്തി ജമാഅത്ത് വിശ്വസിച്ചു പോരുന്ന ഈ കാര്യങ്ങൾ അങ്ങനെ പൊതുവെ ജനങ്ങൾ മദ്രസയൊക്കെ പഠിച്ച് വേദമൊക്കെ കേട്ടല്ല, അത് മതി. അങ്ങനെ വിശ്വസിച്ചാൽ മതി, വേറൊന്നുമില്ല.